everyone. Assalamualaikum. Welcome back everyone. Assalamualaikum. Welcome back to Liazobis. നമ്മൾ ഇന്നേട്ടാ പോണത് ഇപ്പോ വയനാട്. വയനാട്ടിൽ നമ്മൾ പോണത്. നമ്മൾ ഒറ്റമായി നേരിട്ടാ പോണേ. ഉമ്മച്ചിന്റെ വീട്ടിൽ നമ്മൾ 2 ദിവസം നിൽക്കാൻ പോയിനി. അപ്പം തിരിച്ച് പോരുമ്പം നമ്മള് മണ്ണർകാടോ കൊടുങ്ങാക്കാട് നമ്മള് ചുരം കയറാൻ പോവുകയാണ്. ആൻഡ് ഉമ്മച്ചിന്റെ വീട്ടിൽ നിന്ന് പോരുമ്പം ഒറ്റമ്മനായിട്ട് ഇഫ് പറഞ്ഞ് വയനാട്ട് പോവാന്ന്. അപ്പം എല്ലാരും പറഞ്ഞു യെസ്. സോ ദാറ്റ് നമ്മൾ വയനാട്ട് പോയോണ്ടിരിക്കാണ്. നമ്മള് ചുരം ഏകദേശം കയറാൻ പോവുകയാണ്. ഇപ്പൊ മാണിക്കച്ചിറകുള്ള മരത്തേക്കു ഞാൻ പാട്ടുകാരിയാണ്. അതിന്റെ പാട്ടൊക്കെ ഞാൻ പാടിയ വരെ. മാണിക്കച്ചിറകുള്ള മരത്തേക്കുറിയുള്ള വാലാടി പക്ഷിക്കൂട്ടം വന്നു പോൽ കാണുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴയിൽ കുതിച്ചു പോൽ. ഏഹേ കണ്ടു പല നിലായി ഓഹോ കണ്ടു താഴ്വരാൻ മാമലം കണ്ടേ ചോര കണ്ടേ ഇലകൾ കണ്ടേ താഴ്വരം ഓയ് തന്തിനെ താനേ താനാനേ തന്തിനെ താനിന്നാനേ നാനാനേ പോരെ. കയറുകയാണ്. കേറിയിരിക്കുന്നു. നല്ല വ്യൂ ആണ്. നമ്മൾ മോളിൽ എത്തിയില്ല. ബട്ട് നല്ല വ്യൂ ആണ്. സാധനം സീന്. പിന്നെ നമ്മൾ ചുരം കയറുമ്പോ ചെവിയടിയും. നമ്മൾ ഫുഡ് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പോവാണ്. കഴിക്കാൻ പോവാ. കപ്പിൾസ് ഗൈസ്, കപ്പിൾസ്. നല്ല വ്യൂ ഉള്ള സ്ഥലത്താണ്. കപ്പിൾസ് അങ്ങോട്ട് പോയിന്. കപ്പിൾസേ കുട്ടികൾ ഇവിടെയും കപ്പിൾസ് എവിടെയും. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? തിന്ന് കഴിക്ക് കഴിക്ക് കഴിക്ക്. നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുന്നു. എട്ടാമത്തെ ചുരത്ത് എത്തിയിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട്. നല്ല തണുപ്പുണ്ടോ അറിയില്ല. നമ്മൾ AC ആണിട്ട് തണുപ്പുണ്ടോ അറിയില്ല. നല്ല സുഖമുണ്ട്. നല്ല വ്യൂ ആണ്. നല്ല വ്യൂ. പിന്നെ കിട്ടൂല. അപ്പഴേ കിട്ടൂ. ഇതെന്തോ കിട്ടുന്ന വെച്ച് പ്രതീക്ഷിക്കാണോ? നമ്മള് മങ്കിനെ കാണാൻ വേണ്ടി ഇറങ്ങി. ബട്ട് നമ്മൾ വേഗം കേറാണ്. ഇങ്ങനത്തെ കാറ് പണ്ട് നമുക്ക് ഉണ്ടായിരുന്നാണ് ബാബന്റെ ചരിത്രത്തിൽ പറയുന്നത്. വൈറ്റന്നെ. സോ അത് കാണുമ്പോ ഞാൻ പറയുന്നത് മിസ്റ്റർ ബീന്റെ കാരണ. എന്താ എനിക്ക് ഇഷ്ടം അങ്ങനെ കാറുമ്പോ. ഞാൻ എടുക്കണ്ട്. ഞാൻ നോർമൽ സിറ്റി ഗൈസ് അങ്ങനെ കാണുന്നില്ല. ബട്ട് എവിടൊക്കെ കാണുന്നുണ്ട്. അസുര ഫോൺ കളി നിർത്തില്ലട്ടാ.
നമ്മൾ വയനാട്ടിലെത്തി ഗൈസ്. നമ്മളെ എത്തിയിരിക്കുന്നു എവിടെ? വയനാട്ടിൽ. നല്ല കാറ്റ്. വയനാട് തേയിലത്തോട്ടം. നമുക്കിന്ന് ഇവിടെ നിന്നാലോ ബാബ? ഗ്ലാസ് ബ്രിഡ്ജ്. മഴ പെയ്ത് ഗൈസ്. മഴ 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 മഴ. നീ ഏതായിരുന്നു ഡിഗ്രി? ഓ കണ്ടു. கண்ணோடு பேசாம என் கூட பேசுன கதை நான் உனக்கு திமிரம் கட்டுட்டுமா? சின்னத்தை போடிச்சு எல்லாம் எலிப்பு சாப்பிட்டு கிடக்குமா? அந்த அரிப்போ அந்த தருவார சில அரிப்பும் என்று சொல்வார நீ தும்மருட என்னோட பத்தி வச்சு தானே நான் பார்வை உன்னோடு உம்பும்மை கண்ணோடு. അങ്ങനെയുണ്ട് തമാം. രാത്രി ആയിരിക്കുന്നു ഗൈസ്. നമ്മള് സ്ഥലത്ത് വരെ പോവാണ്. ഏജൻസി അവിടെ എന്തോ ഉത്സവം നടക്കണ ഗൈസ്. ബ്ലോക്കായി. കൽപ്പറ്റ ടൗണിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത്. സൗണ്ട് കേൾക്കുമോ എന്നറിയില്ല. ഇതാണ് കൽപ്പറ്റ ടൗൺ, വയനാട്ടിലെ കൽപ്പറ്റ ടൗൺ. അപ്പൊ നമ്മളുള്ളത് എവിടെയാണ്? നമ്മള് ജസിത്താത്തിന്റെ വീട്ടിലുള്ളത്. ദാനു ഡാഡു ദാന. രഞ്ജു ഇതൊക്കെ തേയിലത്തോട്ടാണ് ഗൈസ്. തേയിലത്തോട്ടം വയനാട്ടില് ഒരു സീന് വീടാ. നമ്മളിപ്പോ ഉള്ളത് ആരാന്ന് എനിക്കറിയില്ല, ബട്ട് നമ്മളെ ഭയങ്കര ബന്ധുക്കളെ വീട്ടിലാണുള്ളത്. ഓ മൈ ഗോഡ്, യാ. സോ നമ്മളിപ്പം ജസിതാത്തൻ്റെ വീട്ടിലുള്ളത്, അങ്ങനെ പറയാൻ എനിക്ക് ഇച്ചുള്ളൂ. സോ മക്കളാണ് ഇതൊക്കെ. ഡാനു 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 അതൊക്കെ എൻ്റെ ഫാൻസറാണ് ഗൈസ്, ഫാൻസർ. സോ വയനാട്ടിലുള്ളത് ഇപ്പൊ സമയത്തായി 9 o'clock ഒക്കെ ആയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മളെ താരം ജസിത്താത്ത. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു. ഇവിടെ തന്നെ തട്ടിട്ട് അങ്ങനെയാണ് ഞാനെ നിർത്തിയത്. പിന്നെ നാളെ എക്സാമിന്റെ റിസൾട്ട് വരുന്നതാണ് ഗൈസ്. അടിപൊളി. ഞാൻ പേടിച്ചിട്ടുണ്ട്. പാസ്സായി. അപ്പം ഗൈസ് ഇപ്പം ഏകദേശം 11 o'clock ഒക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോഴും വയനാട്ടിൽ തന്നെ ഉള്ളത്. അതായത് നമ്മളിനി ഇവിടെ റിസോർട്ടിൽ, അതായത്
ടൈപ്പ് ഓഫ് റിസോർട്ട് വില്ലിനെ പോലെ നമ്മൾ സ്റ്റേവേഷൻ വിചാരിച്ച് ഒറ്റമൈൻ കേട്ടോ. പെട്ടെന്ന് വന്നതാണ് വയനാട് പോക്ക്. പിന്നെ പെട്ടെന്നുണ്ടായതാണ് നമ്മൾ റിസോർട്ട് അതായത് ഒരു വില്ല ബുക്ക് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പേർഷ്യൻ റെസ്റ്റോറൻറ്റിൽ വന്നാണ്. സോ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം വില്ലിയിൽ പോകും. എക്സൈറ്റഡ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പം സ്വിമ്മിംഗ് പൂളിൽ പോവാണ്. ഐ ഡോണ്ട് നോ വാട്ട് ഐ വോണ്ട് ടു സേ. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. അതായത് നമ്മൾ വൈത്തിരി പീക്ക് എന്നുള്ള റിസോർട്ടിലാണുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴാണ് പറയാം, ഭയങ്കര ആംബിയൻസ് ഉള്ള പ്ലേസാണ്. സോ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ എത്തിയിട്ടുണ്ട്. പാടില്ല ഇവിടെ എങ്ങനെ പറയേണ്ടത്, ലാവിലെ അടിപൊളി ബ്യൂട്ടി. ഇങ്ങനെ കോട വരുന്ന ടൈമേനു. ഇപ്പോൾ ഏകദേശം ടൈം 6:30. നല്ല അടിപൊളി വ്യൂ ആണ്. സോ ഗൈസ് നമ്മൾ വയനാട്ടിലെത്തിയൊക്കെ ഇന്നലെ കഴിഞ്ഞതാണ്. സോ നമ്മൾ സ്വിമ്മിംഗ് പൂളൊക്കെ കളിച്ച് സെറ്റായി. നമ്മളിപ്പോൾ ഒരു ചായം കുടിച്ച് കുറച്ചെന്താ എന്തിനുമ്മ എന്തിനി എന്താ എന്താ വടയും പത്തിരി. ഇത് പത്തിരിനിമ്മ പൊറിച്ച പത്തിരി നമ്മൾ കഴിച്ചു. സോ അതും കഴിച്ച് നമ്മൾ ഇപ്പോൾ റണ്ണായിരിക്കുന്നു. നമുക്ക് വേറെ ഫുഡും ഉണ്ട്, മന്തി ഉണ്ട്. നമുക്ക് ഫുഡ് കഴിച്ച് നമുക്ക് കഴിക്കാം. സോ ഇവിടെ നല്ല വ്യൂ. നിങ്ങൾക്ക് എല്ലാവരും സജസ്റ്റ് ചെയ്യട്ടോ, ഇങ്ങോട്ട് എന്തായാലും വരണം. നല്ല വ്യൂ അവിടെ ഉള്ളത്. ഞാൻ തരാം. പറ. അപ്പം ഇത് വൈത്തിരി പീക്കറ റിസോർട്ടിലാണ്. റിസോർട്ട് മാതിരിക്ക് പിന്നെ വില്ല മാതിരിക്കൊക്കെ ഉണ്ട്. ഇത് വില്ലയിലാണ്. വില്ലയുണ്ട്. എനിക്കൊന്നും പേരൊന്നും അറിയില്ല. നമ്മൾ കൂടാൻ നല്ല ഭംഗിയുണ്ട്. പല വെയിലടിക്കുന്നു കേട്ടോ. നല്ല തണുപ്പുള്ള വെള്ളം, നല്ല തണുത്ത കാറ്റും. ഇതെല്ലാം ഭയങ്കര അറിയില്ല. ഈ ടൈമിൽ ഭയങ്കര തണുപ്പാണ് അവിടെ വയനാട്ടിൽ. സൂപ്പറാണ്. അപ്പം എല്ലാവരും വരിക, കാണാൻ പോവുക. അടിപൊളിയാണ്. ഇതൊക്കെ ഒറ്റമൈനായിട്ട് നമ്മൾ ഒന്നും പ്രിപ്പയർഡ് ആയിട്ടില്ല. അതായത് ചാർജറൊന്നുമില്ല. നമ്മളെ വേണ്ട സാധനങ്ങളൊന്നും നമ്മളെ കയ്യിലില്ല. യെസ്. നമ്മൾ ചെക്കൗട്ടാക്കാൻ പോവാണ്. യെസ്, അടിപൊളി വ്യൂ കേട്ടോ. അവിടെ
ഇപ്പം നമ്മളുള്ളത് സിപ്പ് ലൈനിൽ കയറിട്ടോ. സിപ്പ് ലൈൻ അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യും. സിപ്പ് ലൈനിൽ കയറി നമ്മൾ പോവാണ് ഗൈസ്. അപ്പം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളിനി ഇവിടെ മുണ്ടക്കൽ, വയനാട് മുണ്ടക്കൽ എന്നുള്ള സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ഇനി വയനാട്ടിൽ ഉരുൾപൊട്ടിയത് അങ്ങനെ അവിടേക്ക് പോവാണ് നമ്മൾ. സോ അതിന് മുമ്പ് ഇവിടെ എന്തേനി കല്ലാണ്ട് മക്കാമുണ്ട്. അപ്പം അവിടെ ഒന്ന് ഉപ്പച്ചും പോയി. ഞങ്ങൾ കുട്ടികൾ കാറിലാണ്. സ്കൂളായിരുന്നു അപ്പോൾ ഫുള്ള് സോ നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് മുണ്ടക്കയിൽ നിന്ന് തന്നെ നമ്മളൊരു ചെറിയ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ച് പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് എടുത്തില്ല. അപ്പോൾ വീട് ഇത്രേ ഉള്ളൂ. ബൈ.